ഈ KSRTC എന്ന് പറയുന്നത് ഇന്ത്യയിലെ 10-26 RTCകളിൽ ഒന്നാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങൾക്കും ഉദാഹരണങ്ങൾ നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് എടുക്കാം. അവിടെയൊക്കെ പ്രധാനമായിട്ടും ഈ പൊതുഗതാഗതത്തിന് രണ്ട് കാര്യങ്ങളുള്ളത്. ഒന്ന് ബസ്സുകൾ, ഒന്ന് അവിടുത്തെ ജീവനക്കാർ. നിർഭാഗ്യവശാൽ വളരെ വർഷങ്ങളായി KSRTC ഒരു എംപ്ലോയർ എന്നുള്ള നിലയിലാണ് മെയിൻ സ്ഥാനം എടുക്കുന്നത്, അല്ലാതെ ഒരു സർവീസ് പ്രൊവൈഡർ എന്നുള്ള നിലയിലല്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഇവിടുത്തെ തൊഴിലാളിക്കെന്ത് ഗുണം, തൊഴിലാളിക്കെന്ത് വളർച്ച, തൊഴിലാളിക്കെന്ത് അലവൻസ്, എന്ത് ബെനിഫിറ്റ് എന്നുള്ള ചർച്ചകളിലേക്ക് പോകുന്നു. നമ്മുടെ തൊഴിലാളികളുടെ മെൻ്റൽ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, മൈൻഡ് സെറ്റപ്പ്. അപ്പോൾ അവിടെയാണ് ഒരു വലിയ പ്രശ്നമുള്ളത്. ഇപ്പം ഏതൊരു KSRTC ബസ്സും നരകത്തിലേക്ക് പോലും എല്ലാ ദിവസവും കൃത്യസമയത്ത് വിട്ടാൽ അത് ഫുള്ളാവും. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന അങ്ങനെയല്ല. ഇവിടെ ഒരു ദിവസം പോയാൽ അടുത്ത ദിവസമില്ല. എത്ര മണിക്കാണ് പോകേണ്ടതിനെക്കുറിച്ച് ഇവിടെ ആർക്കും ഒരു തീരുമാനം പോലും ഇല്ല. അപ്പോൾ ആ നില മാറണം. എന്തുമാകാം, എന്ത് ചെയ്താലും ആരും ചോദിക്കാനില്ല എന്നുള്ളൊരു നിലയായിരുന്നു. സംരക്ഷിക്കാൻ ആളുകളുണ്ടല്ലോ, ആ നിലയിലാണ് ഒരു മാറ്റം വന്നിരിക്കുന്നത്. ഇന്ന് KSRTCയിൽ വന്നിട്ടുള്ള സകല മാറ്റത്തിൻ്റെയും ഉത്തരവാദിത്വവും ക്രെഡിറ്റും ഇവിടുത്തെ സർക്കാരിനാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു നിശ്ചയദാർഢ്യം, അതിൽ അവർക്ക് അവരുടെ ഭാഗത്തിനുള്ളിൽ നിന്നും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണും. അതൊക്കെ മാറ്റി വെച്ചിട്ട് KSRTC എന്ന് പറയുന്ന ഈ ആനക്കുട്ടി ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നാലും നന്നാകില്ല എന്നായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത്. പക്ഷേ ആ സംസാരത്തിനൊരു മാറ്റമെങ്കിലും ഇപ്പോൾ വന്നിട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ ആ മാറ്റത്തിൻ്റെ കാറ്റടിക്കുന്നതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം LDF സർക്കാരിനാണ്. നിങ്ങളറിയുന്നത് പോലെ ഇവിടുത്തെ സംഘടനകളുടെ ഒരു പ്രതിഷേധം എല്ലാ ദിവസവും നിങ്ങൾ അറിയുന്നുണ്ട്. പക്ഷേ അത് ഒരു യാഥാർത്ഥ്യമാണ്. KSRTCയുടെ വളർച്ച മറ്റു ചിലരുടെ തളർച്ചയാണ്, സംശയമില്ല. KSRTCയുടെ തളർച്ച മറ്റു ചിലരുടെ വളർച്ചയ്ക്കും കാരണമാകും. ഇത് രണ്ടും കൂടി ഒരിക്കലും സമാനമായി വരില്ല. ആ തിരിച്ചറിവാണ് KSRTCയിൽ എനിക്കെന്നുള്ള എല്ലാ മാറ്റങ്ങളുടെ അടിസ്ഥാനം. അപ്പോൾ അതിനകത്തൊരു കോംപ്രമൈസ് ഇല്ലാതെ പോകുമ്പോൾ അതിനകത്ത് ഗവൺമെൻറ് തരുന്ന ഒരു അക്സെപ്റ്റൻസാണ് ഇതിൻ്റെ ഒരു വിജയം.